ബുക്കും പെന്നെല്ലാം എടുത്ത് സെറ്റായിക്കും. ഫുള്ള് ഗ്രാഫിന്റെ അകത്തുള്ള കളിയാണ് ഇന്ന്. ഗ്രാഫ് ഇങ്ങനെ കണ്ട് നിങ്ങള് തറവാക്കണം. ഗ്രാഫിന്റെ ഇനി എവിടെ പോയാൽ എന്ത് കിട്ടുന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, 24 ആള്. ബാക്കിയുള്ള ആൾക്കാരോടെ സമയമായി. അതിന് മുമ്പിട്ട് ഞാൻ ഗ്രാഫിന്റെ അകത്തുള്ള ഒരു ചെറിയ സെറ്റപ്പും കൂടി പറഞ്ഞുതരാണ്ട്. അതായത് അതിന്റെ സ്റ്റാർട്ടിങ് ഇടാം. എന്നിട്ട് നമുക്ക് അത് നമ്മൾ ഇന്നലെ പഠിച്ച പ്രോസസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഇങ്ങനെയുള്ളത് പഠിച്ചു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ടെമ്പറേച്ചർ മാറുന്നുണ്ട്, അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും ചേഞ്ച് ആകുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി. അതിന്റെ പേര് നമ്മൾ കണ്ടുപിടിച്ച് അത് പ്രശ്നമില്ലാണ്ട് പോയി. പിന്നെ നമ്മള് വേറെ ഏതാ പ്രോസസ് നോക്കിയാ, ലാസ്റ്റ് ഞാൻ പറഞ്ഞത് നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പർട്ടിക്കുലർ പ്രോസസ് ആയിരുന്നു. ഇതോടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തിയത് ഏതാണ്ട് ഇങ്ങനെ വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു പ്രോസസ്സ്. ഇനിയിപ്പോ ഇങ്ങനെയാണ് നമുക്ക് പ്രോസസ്സ് തന്നെങ്കിൽ, ഇവിടെ 1ഉം റൈറ്റ് സൈഡിൽ 2ഉം ഇതാണ് നമ്മളെ പ്രോസസ്സ് എങ്കിൽ, ഇവിടെ ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ എന്താണ്, 1ല് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. എത്രയാണ്, ഏകദേശം ഒരു 21 22 ഉണ്ടാവും. വെറുതെ തൽക്കാലത്തേക്ക് എടുത്ത് പോകുന്നതാണ്. 21 ഡിഗ്രി സെൽഷ്യസ് ആണെന്നിരിക്കും. 2ല് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 40 കാണാം. ഇവിടെ വരുന്ന ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ തന്നെ 1ലും 2ലും ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കാണൂല, ഇവിടെ 0.08, അതിന് വ്യത്യാസമൊന്നുമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി അവിടെ ഹ്യൂമിഡിറ്റി ആഡ് ചെയ്തിട്ടുമില്ല കുറച്ചിട്ടുമില്ല, വെള്ളത്തിന്റെ കണ്ടന്റ് ആഡ് ചെയ്തിട്ടുമില്ല കുറച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ ഇതിന് പറയുന്ന പേരാണ് സെൻസിബിൾ, വെറും ഹീറ്റിംഗ് അല്ല, സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞു. സെൻസിബിൾ ഹീറ്റിംഗ്. മൗസ് വെച്ചിട്ടായിരുന്നു, അതുകൊണ്ടാണ് ചെറിയൊരു വൃത്തിയേട്. സെൻസിബിൾ ഹീറ്റിംഗ് എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ഇത്ര വരെ എത്തിയിട്ട് നമ്മൾ നിർത്തിയതാ. നമുക്കിനി ഇന്നത്തേക്ക് ഒരു പ്രോസസ്സും കൂടെ പഠിക്കാനുള്ളൂ ഇതിൻ്റെ അകത്ത്. അതിന്റെ പേരും കൂടി പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി. ഈ പ്രോസസ്സിന്റെ ഒരു വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ റെഡ് കളർ ലൈൻ കാണാം. ഞാൻ തൽക്കാലം പച്ച കളർ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ ഇവിടുന്ന് തൊട്ട് ഞാൻ പോകുന്നത്, ഈ റെഡ് കളർ ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ റെഡ് കളർ ലൈനിൽ കൂടെ തന്നെ ഞാൻ പോകുന്നത്. ഓക്കെ, ഒരു ഗ്രീൻ കളർ പ്രോസസ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതിന്റെ പേര് ഞാൻ കൊടുക്കുന്നു 1ന്ന് 2ലേക്ക്, 1ന്ന് 2ലേക്കുള്ള പ്രോസസ്സ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നിന്ന് താഴത്തേക്കും വരാൻ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു പ്രോസസ്സിന്റെ പർട്ടിക്കുലർ പേരിനെ പറ്റിയിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. 1ന്ന് 2ലേക്കുള്ള പ്രോസസ്സിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അവിടെ നോക്കുകയാണെങ്കിൽ പ്രത്യേകതകൾ എന്താ, 1ല് ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ഏകദേശം ഒരു 31 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചു. 2ല് ഞാൻ നോക്കുകയാണെങ്കിൽ അവിടെ എനിക്കൊരു ടെമ്പറേച്ചർ ഉണ്ട് 15 16 17 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കും, 70. ഓക്കെ, അപ്പൊ 1ന്ന് 2ലേക്ക് പോകുമ്പോൾ 31 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു വസ്തു, എയർ എന്താ മാറുന്നത്, 17 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറുന്നു. അപ്പൊ ഒറ്റയടിക്ക് എനിക്ക് എന്ത് പറയാം, ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളിംഗ് ആണ്, തണുപ്പിക്കലാണ്. കാരണം 31 ഡിഗ്രി സെൽഷ്യസിലുള്ള സാധനത്തിനാണ് ഞാൻ 17 ഡിഗ്രി സെൽഷ്യസ് ആക്കിയത്, കൂളിംഗ്. ആൻഡ് ഇനി നോക്കിക്കോ, നമ്മളെ വെള്ളത്തിന്റെ കണ്ടന്റ് നോക്കുകയാണെന്ന് വിചാരിക്കും. 1ന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് പോയി, ഇവിടെ എനിക്ക് 0.00
ഒരു 5 ആണെന്ന് വിചാരിക്കും അവിടെയുള്ള വാല്യൂ. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 0.0012 അങ്ങോട്ടാന്ന് ചോദിച്ചാൽ 0.01 എത്ര കൊടുക്കാം? 0.1 കൊടുക്കാൻ പറ്റില്ല, 0.12 ആണ് അപ്പുറം ഉള്ളത്. എന്തായാലും അവിടെ ഒരു വാല്യൂ ഉണ്ട്. ഇതെന്താ ചെയ്യുന്നത്? ഹ്യൂമിഡിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നത്, മുകളിലോട്ടേക്കാ പോകുന്നത് അല്ലെ, 1 2ലേക്ക് പോകും. അപ്പൊ അതിന്റെ പേരാ എന്തത്? ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയും. ഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രോസസ്സിന് ഒറ്റയടിക്ക് എന്ത് പറയാം? കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ കൂടെ തന്നെ ഈ ഒരു പ്രത്യേക പ്രോസസ്സിന് ഒരു വെറൈറ്റി പേരും കൂടി ഉണ്ട്. ആ വെറൈറ്റി വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ റെഡ് ലൈനിന്റെ പാരലായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇങ്ങനെ ഒന്ന് റെഡ് ലൈനിന് പാരലായിട്ട് പോകുന്നുണ്ട്. അതായത് അതിന്റെ അർത്ഥം എന്താൽപ്പി എന്താ ഇവിടെ? എന്താൽപ്പിക്ക് വല്ല വ്യത്യാസം ഉണ്ടോ? 45 എന്ന് പറഞ്ഞാൽ എന്താൽപ്പി തന്നെയാണുള്ളത്. H1 H2 എന്താൽപ്പി സെയിമാണ്. H1 ഈക്വൽ ടു H2, വ്യത്യാസേ കാണുന്നില്ല. അങ്ങനെയുള്ള സാധനത്തിന് എന്താൽപ്പി കോൺസ്റ്റന്റ് പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? ഐസെന്താൽപിക് പ്രോസസ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ പേരാണ് അഡിയബാറ്റിക് കൂളിംഗ് എന്ന് പറയും. അഡിയബാറ്റിക് കൂളിംഗ് ആണ്. കാരണം എന്താ? H1 H2. അപ്പൊ നമ്മൾ Q ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നോക്കുകയാണെങ്കിൽ മാസ് ഇൻറ്റു H2 മൈനസ് H1 എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കല്. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര കിട്ടുക, Q 0 എന്ന് കിട്ടും. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്ത പ്രോസസ്സ്. ആ പ്രോസസ്സിനെ നമ്മൾ പേര് വിളിക്കൽ എന്താണ്? അഡിയബാറ്റിക് എന്നല്ലേ. അതുകൊണ്ടാണ് അതിനെ അഡിയബാറ്റിക് കൂളിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഉൾപ്പെടുത്തിയത്. ഒറ്റ നോട്ടത്തിൽ കണ്ട ഇത് കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ആണ്. പ്രശ്നമൊന്നുമില്ല. കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എഴുതി കഴിഞ്ഞാൽ ആരും നിങ്ങളെ കുറ്റമൊന്നും പറയില്ല. അത് ശരി തന്നെയാണ്. കൂളിംഗും നടക്കുന്നുണ്ട്, ഹ്യൂമിഡിഫിക്കേഷനും നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു ട്വിസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ, ഇവിടെ എന്താൽപ്പി സെയിം ആണ്. H1 H2 ആണ്. എന്താൽപ്പി സെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ എടുക്കുകയാണെങ്കിൽ Q M ഇൻറ്റു H2 മൈനസ് H1 ആണ്. അത് നമുക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. അതുകൊണ്ട് തന്നെ അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്സിന്റെ പേരാണ് അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിന്റെ പേരാണ് മൊത്തത്തിൽ നമുക്ക് അഡിയബാറ്റിക് കൂളിംഗ് എന്ന് പറയാം. അതായത് ഇത് കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയാം, അല്ലെ അതിനെ നമുക്ക് ഇരട്ടപ്പേരിട്ട് വിളിക്കാം, അഡിയബാറ്റിക് കൂളിംഗ് ആണ്. തെറ്റൊന്നുമില്ല, രണ്ടും സെയിം ആണ്. ഓക്കെ, ഈ ഒരു പ്രോസസ്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രോസസ്സിന്റെ പരിപാടികളൊക്കെ തീർന്നു. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കും. ഇതും കൂടിയേ പഠിക്കാണ്ടായിട്ടുള്ളൂ. ഇന്നലെ ഇത് പറയാൻ വിട്ടുപോയതാണ്. ഇത് ഇത്രയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതുകൊണ്ട് ഇന്നലെ അതിന്റെ കൂടെ തന്നെ എടുത്തു വിടാണ്ടുന്നത്. അഡിയബാറ്റിക് എന്തുകൊണ്ടാണ് ഈ അഡിയബാറ്റിക് എന്നുള്ള പേര് വരാൻ കാരണം എന്ന് ഒക്കെ പറയാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ എടുക്കാണ്ടത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ ആവണം. ഞാനിതിനെ ഒന്നും അയച്ചാളെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 1 by 1 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. എൻ്റെ ലക്ഷ്യം ഇന്നൊരു 5 ക്വസ്റ്റ്യൻ ചെയ്തു തീർക്കണം എന്നാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസും സുഖമായിട്ട് ചെയ്തു തീർക്കാം. കാരണം ഗ്രാഫിൻ്റെ അകത്ത് ഡയറക്റ്റ് വാല്യൂസ് എടുത്ത് എഴുതിയേ കൊണ്ട് വേറെ ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കൽ മാത്രമേ ഉള്ളൂ. പ്രോസസ്സ് മനസ്സിലാക്കുക, ഗ്രാഫിൻ്റെ അകത്ത് വരക്കാനും അറിയെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ എന്താണത്? പുഷ്പമാണ്. പുഷ്പം പെട്ടെന്ന് തീരും, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഇപ്പൊ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ടാവും. ഫോർ എ സാമ്പിൾ ഓഫ് എയർ അറ്റ് 22 ഡിഗ്രി സെൽഷ്യസ് DBT. DBT എന്ന് വെച്ചാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അതാ ഉദ്ദേശിക്കുന്നത്. ആൻഡ് 30% RH. RH എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറ്റ് ബാരോമെട്രിക് പ്രഷർ ഓഫ് 760 millimeter of Hg. നമുക്ക് പ്രഷർ തന്നിട്ടുണ്ട്
760 millimeter of Hg. ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്കറിയാം ഇതെന്താണ്, അറ്റ്മോസ്ഫറിക് പ്രഷർ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എവിടത്തേക്ക് പോയാൽ മതി, നേരെ നമ്മളെ ചാർട്ടിലേക്ക് പോയാൽ മതി, എന്ത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റ് വേപ്പർ പ്രഷർ, ഹ്യൂമിഡിറ്റി റേഷ്യോ ആൻഡ് വേപ്പർ ഡെൻസിറ്റി. നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ള ഒരു പുതിയ സാധനം കൂടി പറഞ്ഞിട്ടുണ്ട്, വേപ്പർ പ്രഷർ, ഹ്യൂമിഡിറ്റി റേഷ്യോ, വേപ്പർ ഡെൻസിറ്റി. വേപ്പർ പ്രഷർ ഒക്കെ എവിടെ കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വേപ്പർ പ്രഷറിന് നമുക്കൊരു ഫോർമുലയൊക്കെ ഉണ്ട്. ആ ഫോർമുല വെച്ചിട്ട് വേണം നമ്മളത് വേപ്പർ പ്രഷർ പഠിക്കാൻ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേപ്പർ പ്രഷർ എന്നുള്ളൊരു പുതിയ ടേം മാത്രമേ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യനിൽ. സ്വാഭാവികമായിട്ട് നമ്മൾ എവിടെ പോകണം, ക്വസ്റ്റ്യൻ കിട്ടിയ പാട് ആൻസർ ഷീറ്റിൽ ചെയ്യുന്ന സമയത്ത്, ആൻസർ ഷീറ്റിൽ വരുന്ന സമയത്ത് നമ്മൾ എന്താക്കണം, സൈക്കോമെട്രിക് ചാർട്ട് നമ്മളെ കൈനെ കൊണ്ട് വരക്കണം. നമ്മൾ കാണിച്ചു കൊടുക്കണം നമുക്ക് എങ്ങനെയാണ് ഈ പോയിന്റ് ഒക്കെ കിട്ടിയെന്നുള്ളത്. ഇതിൻ്റെ അകത്ത് അടിഭാഗത്ത് വരുന്നതാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, റൈറ്റ് സൈഡിൽ വരുന്നതാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, ഈ ലെഫ്റ്റ് സൈഡ് ഈ കർവിൽ വരുന്നതാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറും പിന്നെ സാച്ചുറേഷൻ ടെമ്പറേച്ചറൊക്കെ. പിന്നെ ഇതിനൊക്കെ പുറമെ മുകളിലൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, അതിന്റെ പേരാണ് എൻതാൽപ്പിന്റെ ലൈൻ. എൻതാൽപ്പി ലൈനാണ്, എൻതാൽപ്പിന്റെ റീഡിങ് എടുക്കുന്ന ലൈൻ. ഇത്രയുമാണ് നമ്മൾ ഏതിൻ്റെ അകത്തുള്ളത്, നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാണിച്ചാൽ ഈ സാധനമാണ് ഞാൻ അവിടെ വരച്ചിട്ടുള്ളത്. താഴത്തെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, കുറച്ചൊന്ന് പൊന്തിച്ചു തരാം. താഴത്തെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, താഴത്ത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്, റൈറ്റ് സൈഡിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ എൻതാൽപ്പിന്റെ ഒരു ലൈൻ ഉണ്ട് നമ്മളെ സ്കെയില്. ഇവിടെ ഉള്ളതാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ, സാച്ചുറേഷൻ ടെമ്പറേച്ചർ. ഈ മൂന്ന് സാധനം അവിടെ വരച്ച് വെക്കാം ക്വസ്റ്റ്യനിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ് നമ്മൾക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ സാധനം എന്താണ്, വേപ്പർ പ്രഷറാണ്. വേപ്പർ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എവിടെ പോവുക, അല്ല അതിന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ തന്നിരിക്കുന്ന പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ആ തന്നിരിക്കുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്തൊക്കെയായിരുന്നു, 22 ഡിഗ്രി സെൽഷ്യസ് DBT. അപ്പൊ 20 നിങ്ങൾക്ക് എവിടെ കാണാം, ഇതാണ് 20ന്റെ ലൈൻ. ഇവിടെ 20 ഉണ്ട്, 20, 21, 22. അപ്പൊ 22 ഡിഗ്രി സെൽഷ്യസ് DBT എന്ത് ചെയ്യുക, DBTന്റെ അകത്തുനിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. പെൻസിലിനെ കൊണ്ടാറ്റം വരച്ചാൽ മതി, പെൻസിലിനെ കൊണ്ടേ വരക്കാവും. പെൻസിലിനെ കൊണ്ടോ മറ്റോന്നല്ല, പെൻസിലിനെ കൊണ്ടേ വരക്കാവും. ഈ ചാർട്ട്, ഈ ഗ്രാഫിന്റെ അകത്ത് നമ്മൾ ജസ്റ്റ്, അല്ലെങ്കിൽ വരച്ചിട്ടില്ലെങ്കിൽ സാറില്ല, നിങ്ങൾക്ക് ഈ ലൈൻ ഇങ്ങനെ കറക്റ്റ് നോക്കിയിട്ട് വരാൻ അറിയാലോ. അപ്പൊ അതുകൊണ്ട് അത് നീട്ടിയെടുക്കുക, ഇങ്ങോട്ടേക്ക് എടുത്തു. 22 ഡിഗ്രി സെൽഷ്യസ് DBT എന്ന് തന്നിട്ടുണ്ട്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിട്ടുള്ള 30% ആണ്. 30% ലൈന് വരുന്നത് ഈ ഒരു ലൈനാണ്, കർവ്. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാണ്, രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഈ കാണുന്ന പോയിന്റ്. അപ്പൊ അതും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനായിട്ടുണ്ട്, വേപ്പർ പ്രഷർ, ഹ്യൂമിഡിറ്റി റേഷ്യോ, വേപ്പർ ഡെൻസിറ്റി. ഈ മൂന്ന് സാധനങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വേപ്പർ പ്രഷർ ഇൻ മില്ലിമീറ്റർ ഓഫ് Hg ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യാം, വേപ്പർ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോയാൽ മതി, മില്ലിമീറ്റർ ഓഫ് Hgയിലുള്ള വേപ്പർ പ്രഷർ കിട്ടും. എങ്ങനെയാ പോവാ, ഈ ഒരു പോയിന്റ് സ്ട്രേറ്റ് ഇങ്ങോട്ടേക്ക് വരാം. അപ്പൊ എത്ര മില്ലിമീറ്റർ ഓഫ് Hg എന്നുള്ളത് കിട്ടും ഇവിടുന്ന്, ഏതാണ്ട് 5.5 ആ റേഞ്ചിലാണ് വരിക. മില്ലിമീറ്റർ ഓഫ് Hg എടുക്കുകയാണെങ്കിൽ വേപ്പർ പ്രഷർ അവിടെ നിന്ന് കിട്ടും. പിന്നെ നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഹ്യൂമിഡിറ്റി റേഷ്യോ ആണ്. ഹ്യൂമിഡിറ്റി റേഷ്യോ കിട്ടണമെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോന്റെ വേറൊരു പേരാണെന്ന്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. രണ്ടും സെയിം തന്നെയാണ്. നേരെ ഇങ്ങോട്ടേക്ക് വിടുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 0.004, 0.006 ഉള്ളു. ഇതിന്റെ ഇടയിലാണ് ഏകദേശം വന്ന് കിടക്കുന്നത്. നമുക്ക് ഏതാണ്ട് വാല്യൂ എത്ര പറയാം, ഏതാണ്ടുള്ള വാല്യൂ എത്രയാണ്, 0.005 ആണ് നമുക്ക് എസ്റ്റിമേറ്റ് വാല്യൂ മതി.
കറക്റ്റ് വാല്യൂ ഒന്നും കിട്ടണമെന്നൊന്നുമില്ല. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നോക്കിയിട്ട് വരയ്ക്കാൻ. ഈ ഗ്രാഫിൽ എനിക്കിപ്പം തോന്നുന്ന ഒരു വാല്യൂ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 0.005 ആണ് എന്തെന്ന് ഹ്യൂമിഡിറ്റി റേഷ്യോ അല്ലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അതിന്റെ വേറൊരു പേരാണ് ഒമേഗ. ഒമേഗ ഇസ് ഈക്വൽ ടു 0.005 കിലോഗ്രാം ഡിവൈഡ് ബൈ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഒരു ഒന്നാമത്തെ പോയിന്റ് കിട്ടി. ഇനി നെക്സ്റ്റ് എന്തൊക്കെ ചോദിച്ചിട്ടില്ല എന്താണ് ഹ്യൂമിഡിറ്റി റേഷ്യോയും കഴിഞ്ഞു. വേപ്പർ ഡെൻസിറ്റി. വേപ്പർ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചു. അതായത് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മാസ് ഡിവൈഡ് ബൈ വോളിയം ആണ് നമ്മളെപ്പോഴും ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ടേമാണ് ഉള്ളത്? ഈ മൊത്തം ഫിഗറിൻ്റെ അകത്ത് മാസ് കിലോഗ്രാം വരുന്ന ഏത് ടേമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്? ആകെ ഒരു ടേമിന് മാത്രമേ കിലോഗ്രാം എന്നുള്ളൊരു വാക്ക് വരുന്നുള്ളൂ. മാസുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഏത് ടേം അതിൻ്റെ അകത്തുള്ളത്? സ്പെസിഫിക് ഹ്യൂമിഡിറ്റിന്റെ യൂണിറ്റ് വരുന്നത് മാസ് അല്ലേ? കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ അല്ലേ? അതായത് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട. ഒമേഗ ഡിവൈഡ് ബൈ. ഇനി വോളിയം വരുന്ന എന്ത് ടേം അതിൻ്റെ അകത്തുള്ളത് നോക്കിയേ. മീറ്റർ ക്യൂബ് സ്പെസിഫിക് വോളിയം കഴിഞ്ഞു. അതായത് സ്പെസിഫിക് വോളിയം VS ഇസ് ഈക്വൽ ടു ഒമേഗ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.005 ആണ്. ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം കണ്ടുപിടിച്ചിട്ടില്ല. എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ ആണ്. സ്പെസിഫിക് വോളിയത്തിന്റെ ലൈൻ എനിക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, കോൺസ്റ്റന്റ് സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ തന്നിട്ടുണ്ടാവും. കോൺസ്റ്റന്റ് സ്പെസിഫിക് വോളിയത്തിന്റെ ലൈന് വരുന്നത് ഒരു പർപ്പിൾ കളർ ലൈനാണ്. ആ പർപ്പിൾ കളർ ലൈൻ എവിടെയുള്ളത്? കാണാൻ പറ്റും. ഇങ്ങനെ കുറെ ലൈന് വരുന്നുണ്ട്. ഈ ലൈനൊക്കെയാണ് കോൺസ്റ്റന്റ് സ്പെസിഫിക് വോളിയം ലൈൻ. നമുക്ക് പക്ഷെ ഉള്ളത് അപ്പൊ അവിടുന്ന് പാരലായിട്ട് വരക്കുക. ബാക്കിയുള്ള കോൺസ്റ്റന്റ് സ്പെസിഫിക് വോളിയം ലൈനിന് പാരലായിട്ട് വരക്കുക. എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇവിടുത്തെ വാല്യൂ 0.84 ആണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് 0.86 ആണ്. ഇൻ ബിറ്റ്വീൻ ഒരു വാല്യൂ ആണ് വരേണ്ടത്. ഒരു ഏകദേശം കാൽ ഭാഗത്ത് വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ മൊത്തം ലെങ്ത്തിന്റെ അതായത് ഇതിന്റെ ഡിഫറൻസ് എത്ര? 0.86ഉം 0.84ന്റെയും കാൽഭാഗം 0.84. നേരെ പകുതി എന്ന് പറഞ്ഞാൽ 0.85 ആയിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ പകുതിക്ക്, അതായത് 0.8 കഴിഞ്ഞു. 0.845 ഇത് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? വേപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞ സാധനം, ഡെൻസിറ്റി എന്ന് പറഞ്ഞ സാധനം കിട്ടും. എത്ര വാല്യൂ എന്ന് വെച്ചാൽ നോക്കി എഴുതിക്കോളുക. ഓക്കെ, സംഭവം ഇത്രേ ഉള്ളൂ. വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാനുള്ള പരിപാടി. ഓക്കെ, വേപ്പർ പ്രഷർ അല്ല, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള പരിപാടി. ഫസ്റ്റിൽ നമ്മൾക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. വേപ്പർ ഡെൻസിറ്റി എത്രയാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. വേപ്പർ പ്രഷർ നമ്മളെടുക്കുക കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേപ്പർ പ്രഷർ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ശരിക്ക് കിട്ടുന്ന വാല്യൂ തെറ്റായിരിക്കും. നമ്മൾ എടുക്കാൻ പാടില്ല. വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട വാല്യൂ നമുക്കൊരു ഇക്വേഷൻ അറിയാം. അങ്ങനെ അത് മാത്രം ഞാൻ ഇവിടെ വരച്ചുതരാം. അത് നമുക്ക് കിട്ടിയ പോയിന്റൊക്കെ ഇവിടെയൊക്കെ ആയിരുന്നു. ഏതാണ്ട് ഈ ഒരു പോയിന്റിലായിരുന്നു. താഴത്ത് 22 ഡിഗ്രി സെൽഷ്യസ്, അതിൻ്റെ ഇത് വരുന്നത് 30%. അങ്ങനെ നമ്മൾ അവിടെ നിന്നാണ് എല്ലാ വാല്യൂസൊക്കെ കണ്ടുപിടിച്ച് വെച്ചത്. നാളെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാനാണ്. വേപ്പർ പ്രഷർ കണ്ടുപിടിക്കേണ്ട പരിപാടി ഞാൻ പറഞ്ഞുതരാം. വേപ്പർ പ്രഷർ വരുന്ന ഒരു ടേമാണ് ഫൈ. അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇസ് ഈക്വൽ ടു PV ഡിവൈഡ് ബൈ PVS ആണെന്ന് നമുക്കറിയാം. സാച്ചുറേഷൻ PV എന്ന് വെച്ചാൽ വേപ്പർ പ്രഷർ ഡിവൈഡ് ബൈ പ്രഷർ ഓഫ് വേപ്പർ വെൻ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എവിടത്തേക്ക് പോവാം? നമുക്ക്
ഇത് 5ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 30%. 30% വെച്ചാൽ 0.3 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു PV എന്ന് വെച്ചാൽ വേപ്പർ പ്രഷർ ഡിവൈഡ് ബൈ PVS സാച്ചുറേറ്റഡ് ആകുന്ന സമയത്തുള്ള ഇത്. അത് നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കണം? സ്റ്റീം ടേബിളിലേക്ക് പോകേണ്ടി വരും. നമ്മളുടെ സ്റ്റീം ടേബിളിലേക്ക്, അതായത് നമ്മൾ പണ്ട് ചെയ്ത ടേബിള്, ആ ടേബിളിൻ്റെ അകത്ത് 22 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എത്രയാണെന്ന് നോക്കുക. എത്രയായിരുന്നത്? 0.0264. യെസ്, 0.0264 ആണ്. ഇത് ചെയ്താലേ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് വെച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. PV ഈസ് ഈക്വൽ ടു 0.3 ഇൻറ്റു 0.264 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ കിട്ടും. ആൻസർ കിട്ടുന്ന വെച്ചാൽ 0.079 ബാറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രയത്നം മൊത്തം നടത്തിയത്. കറക്റ്റ് വാല്യൂ കിട്ടും എനിക്ക്. 0.079 ബാർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ശരിക്ക് വേപ്പർ പ്രഷർ കാണാൻ ചോദിച്ചാൽ മാത്രമേ ഈ ടെസ്റ്റ് ഉള്ളൂ. ഇത് മാത്രം നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കണം? നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കണം. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്തായാലും 5 അറിയാം. പിന്നെ PVS കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം സ്റ്റീം ടേബിൾ. നമ്മൾ ടേബിളിലേക്ക് പോവാം. ആ 22 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുള്ളത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് ആ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ PVS ഈക്വൽ ടു ഇത്ര കിട്ടും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോഴേ ചോദിക്കുള്ളൂ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. 5 മാർക്കിനാണ് ചോദിച്ചിട്ടുണ്ടായത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. അടുത്ത ഘട്ടം. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കും. ഞാനിതൊന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? അതിനെ നമ്മൾ ഡിലീറ്റ് ആക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനൊക്കെ നമ്മളെ ഗ്രൗണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടും. നമുക്ക് ആവശ്യമില്ല. ഇന്നലെയും ഇന്നുമായിട്ട് എടുത്ത വീഡിയോസ് കറക്റ്റായിട്ട് എടുത്ത് കാണുക. അത് മാത്രം പഠിച്ചാൽ മതി. 5ാമത്തെ മോഡ്യൂൾ നിങ്ങൾക്ക് പുല്ലുപോലെ ഫുൾ മാർക്ക് നേടിയെടുക്കാൻ പറ്റും. 5ാമത്തെ മോഡ്യൂളിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് വരെ നമുക്ക് മാർക്ക് കുറക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഇടാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. 2ാമത്തെ ക്വസ്റ്റ്യൻ. എ ക്വാണ്ടിറ്റി ഓഫ് എയർ ഹാവിംഗ് വോളിയം. നമുക്ക് വോളിയം ഒക്കെ തന്നിട്ടുണ്ട്. എ ക്വാണ്ടിറ്റി ഓഫ് എയർ ഹാവിംഗ് വോളിയം 300 മീറ്റർ ക്യൂബ് അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് DBT ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ് WBT. അതാണ് നമുക്ക് തന്നിരിക്കുന്ന അവസ്ഥകൾ. ഒരു എയർ ഉണ്ട്, ഒരു കുറച്ചൊരു സർട്ടൻ ക്വാണ്ടിറ്റി. നമുക്ക് തൽക്കാലം അത് വോളിയത്തിലാണ് തന്നിട്ടുള്ളത്, മീറ്റർ ക്യൂബിലാണ് തന്നിട്ടുള്ളത്. അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ DBT ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ WBT വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഈസ് ഹീറ്റഡ് ടു 40 ഡിഗ്രി സെൽഷ്യസ് DBT. ഇതിനെ നമ്മൾ ചൂടാക്കുകയാണ്. എന്നിട്ട് അതിന് 40 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലേക്ക് മാറ്റി. ഓക്കെ, വേറെ ഹ്യൂമിഡിറ്റി ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കുറച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഹീറ്റിംഗ് മാത്രം, അതായത് സെൻസിബിൾ ഹീറ്റിംഗ് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ്, ഫൈനൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആൻഡ് WBT. ദ പ്രഷർ ഈസ് 1.013 ബാർ. വെച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് പറയാം. പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 1.013 ആണ്. അതാരാ? അറ്റ്മോസ്ഫറിക് പ്രഷറാണ്.
അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. അപ്പോൾ ഒരു വിഷയമില്ല, നമുക്ക് ഡയറക്റ്റ് എവിടത്തേക്ക് പോയാൽ മതി, നമ്മൾ ചാർട്ടിലേക്ക് പോയാൽ മതി. ഇപ്പൊ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷനും ഫൈനൽ കണ്ടീഷനൊക്കെ മാർക്ക് ചെയ്യേണ്ടി വരും. അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ആരെ വരയ്ക്കുക, നമ്മളെ ആൻസർ പേപ്പറിൻ്റെ അകത്ത് സൈക്കോമെട്രിക് ചാർട്ടിനെ വരച്ചിടുക. ഇതൊരു എൻതാൽപ്പിന്റെ ലൈന്, ഇപ്പുറമുള്ളത് എൻതാൽപ്പി, താഴത്തുള്ളത് ഡി ബി ടി, റൈറ്റ് സൈഡിലുള്ളത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, അതേപോലെ തന്നെ മുകളിലുള്ളത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഒക്കെയാണ്. അതൊക്കെ ആയിരുന്നു ഉണ്ടായത്. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ഭാഗത്തിലേക്ക് പോവാം. ആദ്യം ഞാൻ ഇതിൻ്റെ അകത്ത് വരച്ചുതരാം, എന്നിട്ട് നമുക്ക് ഗ്രാഫിലേക്ക് തന്നെ പോവാം. എ ക്വാണ്ടിറ്റി ഓഫ് എയർ ഹാവിംഗ് വോളിയം, അത് വിട്ടേ, വോളിയം വിട്ടേ, 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡി ബി ടി. അപ്പൊ ഇത് എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസിന്റെ പോയിന്റ് എടുക്കുക, അവിടെ നിന്ന് ജസ്റ്റ് മുകളിലോട്ടേക്ക് വന്ന് നോക്കുക. അതിങ്ങനെ പോകും, അടുത്തേക്കെങ്കിലും പോട്ട്, കാരണം നമുക്ക് അടുത്തേയും കൂടി കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. അടുത്ത പോയിന്റ് ആയിട്ടുള്ള 25 ഡിഗ്രി സെൽഷ്യസ് ഡബ്ല്യു ബി ടി ആണ്. അപ്പൊ നമുക്ക് ഡബ്ല്യു ബി ടി 25 ഡിഗ്രി സെൽഷ്യസിന്റെ പോയിന്റ് ഇവിടെ ഉണ്ടാവും. 25 ഡിഗ്രി സെൽഷ്യസിന്റെ പോയിന്റ് ഇവിടെ ഉണ്ടാവും. ഡബ്ല്യു ബി ടിനെ പക്ഷെ നമ്മൾ വരക്കുന്ന സമയത്ത് എങ്ങനെ വരക്കണം? വെറ്റ് ബൾബ് ടെമ്പറേച്ചറിനെ വരക്കുമ്പോൾ ഇങ്ങനെ ചെരിച്ചിട്ട് വേണം വരയ്ക്കാൻ. കുറെ റെഡ് കളർ ലൈൻ ഉണ്ടാവും, അത് അതിന് പാരലായിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. അപ്പൊ ഡബ്ല്യു ബി ടിയും ഡി ബി ടിയും മാർക്ക് ചെയ്തു. അങ്ങനെ എനിക്ക് ഏത് പോയിന്റ് കിട്ടി? ഈ പർട്ടിക്കുലർ പോയിന്റ് എനിക്ക് കിട്ടി. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ 1 എത്രയാണെന്ന് എനിക്ക് കിട്ടി. 1ലുള്ള പോയിന്റ് എനിക്ക് അറിഞ്ഞു. നെക്സ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഈസ് ഹീറ്റഡ് ടു 40 ഡിഗ്രി സെൽഷ്യസ് ഡി ബി ടി. ചൂടാക്കി 40 ഡിഗ്രി സെൽഷ്യസ് ആക്കി. എന്നിട്ട് 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വെറുതെ ചൂടാക്കുക എന്ന് വെച്ചാൽ എങ്ങോട്ടേക്ക് പോകണം? വെറുതെ ചൂടാക്കിയിട്ടേ ഉള്ളൂ. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വെറുതെ നീങ്ങിക്കോളുക. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി മാറ്റരുത്, ചെരിക്കാനും വളക്കാനൊന്നും പാടില്ല. അങ്ങനെ അത് എവിടെ എത്തി? ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തി. അതെങ്ങനെയാ എനിക്ക് ആ പർട്ടിക്കുലർ പോയിന്റ് മനസ്സിലായത്? കാരണം ഞാൻ താഴത്ത് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ റീഡിങ് കണ്ടു. 40 ഡിഗ്രി സെൽഷ്യസിന്റെ പോയിന്റ് ഞാൻ എടുത്തു. അപ്പൊ എനിക്ക് രണ്ടാമത്തെ പോയിന്റ് കിട്ടി, 1 to 2 കഴിഞ്ഞു. ഇതവിടെ ചിത്രത്തിൽ വരച്ചു കൊടുക്കുക. അതായത് നമ്മൾ ആൻസർ പേപ്പറിൻ്റെ അകത്ത് നടന്ന കാര്യം എന്താണ്, അത് നമ്മളൊരു പ്രൂഫിന് വേണ്ടി അവിടെ കാണിച്ചു കൊടുക്കുക. നമുക്കിതറിയാം, ഞാനത് ഗ്രാഫ് നോക്കിയിട്ടാണ് വരച്ചതെങ്കിലും എനിക്കറിയാം ഇത് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായത്. ഇതാണ്, ഇതേ പ്രൊസീജിയറാണ് ഞാൻ സൈക്കോമെട്രിക് ചാർട്ടിൽ വരച്ചത്. കാരണം സൈക്കോമെട്രിക് ചാർട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ പേപ്പറിന്റെ കൂടെ ക്ലിപ്പ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതെടുത്തു. അതേ സാധനം നമ്മളുടെ ഇവിടത്തേക്ക് വന്നിട്ട് നോക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എനിക്ക് തന്നിട്ടുണ്ട്, 30 ഡിഗ്രി സെൽഷ്യസ് ഡി ബി ടി. 30 എന്ന് പറയുമ്പോൾ ഏതാണ്ട് അവിടെ വരും. 30 എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്നുണ്ട് 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ 30-നകത്ത് ഞാൻ ആ സ്ട്രെയിറ്റ് ലൈൻ മുകളിലോട്ടേക്ക് എടുത്തു. ഈ ലൈന് വരക്കണം എന്നില്ലേ, ഈ ലൈന് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരച്ചിരുന്നത് മാത്രമേ ഉള്ളൂ. ഇത് വരച്ചാൽ നമ്മളെ ഗ്രാഫ് ഒരുമാതിരി വൃത്തികേടാവും. അതുകൊണ്ട് വരക്കാൻ പാടില്ല. നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ മുകളിൽ കൂടെ ഇതാണ് ലൈൻ എന്ന് മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി. ഇനി ഡബ്ല്യു ബി ടി തന്നിട്ടുണ്ട്. ഡബ്ല്യു ബി ടി തന്നിട്ടുള്ള 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. 25 എന്ന് പറഞ്ഞ പോയിന്റ് എനിക്കറിയാം ഇവിടെയാണ്. ഡബ്ല്യു ബി ടിനെ ഞാൻ വേറെ കളർ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. 25 ഡിഗ്രി സെൽഷ്യസ് ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഈ ചെരിഞ്ഞ ഭാഗത്തിലേക്ക് വേണം പോകാൻ. ഡബ്ല്യു ബി ടിന്റെ ലൈന് പോകുന്നത് അങ്ങനെയാ, കാരണം അതുകൊണ്ടാണ്. അത് രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് എനിക്ക് കണ്ണും പൂട്ടിയിട്ട് പറയാം, എനിക്ക് കിട്ടേണ്ട പോയിന്റ് കിട്ടി. ഒന്നാമത്തെ പോയിന്റ് എനിക്ക് മനസ്സിലായി. ഒന്നാമത്തെ പോയിന്റ് വരുന്നത് ഇവിടെയാണ്. അവിടെ ഒന്നാമത്തെ പോയിന്റ് വരുന്നത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണെന്ന് ഞാൻ വരച്ചു. അതിനൊരു പേരും ഞാൻ കൊടുത്തു. ഇതിന്റെ പേരാണ് 1. ഇനി 1 എന്നുള്ള സാധനത്തിന് ഞാൻ ചൂടാക്കുകയാണ്, 2ലേക്ക് എത്തിക്കണം. അതായത് 40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഞാൻ അതിനെ ചൂടാക്കിയത്. അപ്പൊ 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കണമെങ്കിൽ ഞാൻ എവിടെ പോകണം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള 40 ഡിഗ്രി സെൽഷ്യസിന്റെ പോയിന്റ് ഞാൻ എടുത്തു വിടുന്നു. 40 ഡിഗ്രി സെൽഷ്യസ് ഡി ബി ടി, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അപ്പൊ എനിക്ക് മനസ്സിലായി അത് ഇങ്ങനെയാണ് പോകുന്നത്. 40 ഡിഗ്രി സെൽഷ്യസിന്റെ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അവിടത്തേക്കാണ് ഞാൻ ചൂടാക്കി കൊണ്ടുവരേണ്ടത്. അപ്പൊ അത് അവിടത്തേക്ക് ഞാൻ ചൂടാക്കാൻ വേണ്ടി പോവാന്ന്. 1-നുള്ള സാധനത്തിന് ഞാൻ
അവിടത്തേക്ക് ചൂടാക്കുകയാണ്. മണ്ണിലുള്ള സാധനം എന്നുള്ള സാധനത്തിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അത് ഈ പോയിന്റിൽ വന്ന് മുട്ടി. ആ പോയിന്റിന്റെ പേരാണ്, ഇവിടെ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റ് കിട്ടും. ഈ പോയിന്റിന്റെ പേരാണ് 2. ഇതാണ് നമ്മളെ 2. ഇതാണ് പ്രോസസ്സ് നടന്നത്. 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സ് ഇതാണ് നടന്നത്. 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എൻ്റെ അടുത്ത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റും. 1ലുള്ള എന്ത് സാധനം വേണോ എനിക്ക് പറയാൻ പറ്റും. 2ലുള്ള എന്ത് വേണോ അതും എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അതെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാലോ. ക്വസ്റ്റ്യനിൽ നമ്മുടെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ? ക്വസ്റ്റ്യനിൽ എന്നോട് ചോദിച്ചിട്ടുള്ളത് എസ്റ്റിമേറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. എന്നോട് വേറെ അല്ലറ ചില്ലറ കാര്യങ്ങളൊന്നും അല്ല ചോദിച്ചത്. ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്ന് ചോദിച്ചത്. അതായത് ക്യൂവിന്റെ ഇക്വേഷൻ നമുക്കറിയാം, മാസ് ഇൻറ്റു H2 മൈനസ് H1. അതാണ് നമ്മൾ ക്യൂ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കല്. അതേപോലെ തന്നെ ഫൈനൽ സ്റ്റേജിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും അവിടുത്തെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ നമുക്ക് വേണം അതാദ്യം കണ്ടുപിടിക്കാം. റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഈ സ്റ്റേജിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും രണ്ടാമത്തെ പോയിന്റിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. രണ്ടാമത്തെ പോയിന്റിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണ് വരുന്നത്? 2 സാധനങ്ങളാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കണം. അതിന്റെ തൊട്ട് മുകളിലുള്ളത് 40% ആണ്, 40% ആണെന്ന് എനിക്കറിയാം. തൊട്ട് താഴത്തുള്ളത് എത്രയാണ്? 35. ഇതിന്റെ ഇടയിലാണുള്ളത്. അതായത് ഓൾമോസ്റ്റ് 40ന്റെ അടുത്ത് തന്നെ എത്തിയിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് എത്ര പറയാം? ഏകദേശം രണ്ടാമത്തെ പോയിന്റിൽ ഒരു 38% ആണെന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ. കറക്റ്റായിട്ട് വേണമെന്നൊന്നുമില്ല. ഈ സ്ഥലത്തുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുന്നത് 38% ആണെന്ന് ഞാൻ വെറുതെ പറയാം. നിങ്ങളെ കയ്യിലുള്ള ചാർട്ടിൽ നോക്കി വരച്ചാലേ കറക്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഇത് ഞാൻ വലുതാക്കിയിട്ടാണ് വരച്ചിട്ടുള്ളത്. ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വാല്യൂസിൽ. അപ്പൊ ഞാൻ ഏകദേശം പറയുന്നത് 38% ആണ് അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി RH. അവിടുത്തെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെറ്റ് ബൾബ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എവിടത്തേക്ക് പോകണം? ഇവിടുന്ന് വെറ്റ് ബൾബിന്റെ ലൈന് വരുന്നത് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ ചെരിഞ്ഞുകൊണ്ട് പോയിട്ട് ഇവിടെ വന്ന് മുട്ടി. ഇവിടെ വന്ന് മുട്ടിയത് എനിക്ക് അവിടുത്തെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കിട്ടും. ഈ ഒരു പോയിന്റിൽ 25ആണ്, 26, 27, 28 ഇപ്പുറമുള്ളത്. അപ്പൊ 28ന്റെ ഇടയിലാണ്, 27നും 28ന്റെ ഇടയിൽ. അപ്പൊ നമുക്ക് എത്ര കൊടുക്കാം? ഒരു 27.7 കൊടുക്കാം. 27.7 ആണെന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പൊ ഇതിനകത്ത് കണ്ട ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞാണേ. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ നമ്മൾ ഈ ചെരിഞ്ഞിട്ട് വേണം പോകാൻ, ഈ റെഡ് ലൈനിന് പാരലായിട്ട് വേണം പോകാൻ. അങ്ങനെ പോയിട്ട് ഇവിടെ വന്ന് മുട്ടുമ്പോൾ നമുക്ക് എന്ത് അളക്കാൻ പറ്റും? ഇവിടെ 25 ആണെന്നറിയാം, ഇത് 26 ആണെന്നറിയാം, 27 ആണെന്നറിയാം, ഇപ്പുറം 28 ആണെന്നറിയാം. അപ്പൊ അതിന്റെ ഇടയിലാണുള്ളത്. ഓൾമോസ്റ്റ് 28ന്റെ അടുത്തുള്ളത് കൊണ്ടാണ് ഞാൻ 27.7 ആണെന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അതും കിട്ടി. ഇനി എന്നോട് ചോദിച്ചിട്ടുള്ളത് ഈ 2 സാധനത്തിന് പുറമെ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് എന്ത്? ഇത് രണ്ടിനും പുറമെ ചോദിച്ചിട്ടില്ല, ക്യൂ കണ്ടുപിടിക്കാൻ. ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ ഈക്വൽ ടു എനിക്കറിയാം മാസ് ഇൻറ്റു H2 മൈനസ് H1 ആണ്. അപ്പൊ എനിക്ക് 2ലെയും 1ലെയും എൻതാൽപ്പി അറിയണം. അപ്പൊ 2ലെ എൻതാൽപ്പി എനിക്ക് എങ്ങനെ അറിയാം? അല്ല, 1ലെ എൻതാൽപ്പി അറിയണമെങ്കിൽ ഞാൻ എവിടത്തേക്ക് പോയാൽ മതി? 1 നേരെ എൻതാൽപ്പിന്റെ സ്കെയിൽ വരെ എത്തിക്കുക. അത് എത്തിക്കാൻ വേണ്ടി പോവാം. 1 എന്ന് പറഞ്ഞ പോയിന്റിന്റെ അകത്ത് ഞാൻ എൻതാൽപ്പിന്റെ സ്കെയിലിലേക്ക് പോകുന്നു. എൻതാൽപ്പിന്റെ സ്കെയിലിലെത്തി മുട്ടിയെടുത്ത് എനിക്ക് മനസ്സിലായി 75, 76, 77 ഉണ്ട്. ഓൾമോസ്റ്റ് 77. അത് ഞാൻ മാർക്ക് ചെയ്തു. 2 എന്നുള്ള പോയിന്റ് ഇവിടുന്ന് സെയിം ലൈൻ തന്നെയാണ്.
നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ലൈൻ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ മുകളിലോട്ടേക്ക് എത്തിക്കുക. ഇപ്പൊ എനിക്ക് മനസ്സിലായി 85, 86, 87, ഒരു 88 ഉണ്ട്. 88 ആണ് അവിടുത്തെ എന്താൽപ്പി വരുന്നത്, ഓൾമോസ്റ്റ്. അത് മാർക്ക് ചെയ്തു. അപ്പൊ എന്താൽപ്പി എനിക്ക് കിട്ടി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു H2 എനിക്ക് കിട്ടി 88 മൈനസ് H1 എനിക്ക് കിട്ടി 77. അപ്പൊ മാസ് ആണ് എനിക്ക് ഇപ്പൊ പ്രശ്നമായി കിടക്കുന്നത്. മാസ് അറിയില്ല. മാസ് അറിയാൻ നമുക്ക് സിമ്പിളാണ് പരിപാടി. കാരണം എന്താ, മാസ് കണ്ടുപിടിക്കണം. മാസ് കണ്ടുപിടിക്കണമെങ്കിൽ വോളിയത്തിന്റെ അകത്ത് എനിക്ക് മാസ് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് വോളിയം തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വോളിയം എടുക്കുക. കാരണം സ്പെസിഫിക് വോളിയം എന്ന് വെച്ചാൽ എന്താ, വോളിയം ഡിവൈഡഡ് ബൈ മാസ് ആണ് അല്ലെ. വോളിയം ഡിവൈഡ് ബൈ മാസിനെ നമ്മൾ സ്പെസിഫിക് വോളിയം എന്ന് പറയില്ലേ. വോളിയം ക്യാൻസൽ ആയി പോകും. അവസാനം അവശേഷിക്കുന്ന ആരായിരിക്കും? മാസ് ആയിരിക്കും. സ്പെസിഫിക് വോളിയം എനിക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? എവിടെയൊക്കെ ഉണ്ട്. സ്പെസിഫിക് വോളിയത്തിന്റെ ലൈനിൽ കൂടെ പോയാൽ എനിക്ക് സ്പെസിഫിക് വോളിയം കിട്ടും. ഇതൊക്കെയാണ് സ്പെസിഫിക് വോളിയത്തിന്റെ ലൈൻ. വോളിയം എനിക്ക് തന്നിട്ടുമുണ്ട്, 300 മീറ്റർ ക്യൂബ്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഇതെല്ലാം മായ്ച്ചളയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഒന്നിലുള്ള പോയിന്റിലെ സ്പെസിഫിക് വോളിയാന്ന് എടുക്കേണ്ടത് അല്ലെ രണ്ടിലുള്ളയാന്ന്. കാരണം ഒന്നിലുണ്ട് രണ്ടിലും ഉണ്ട് സ്പെസിഫിക് വോളിയം. രണ്ട് സ്ഥലത്തും രണ്ട് സ്പെസിഫിക് വോളിയാണ്. നമ്മൾ എപ്പോഴും എടുക്കുക, നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് എത്രയാണോ അവിടുത്തെ സ്പെസിഫിക് വോളിയാണ് നമ്മൾ എടുക്കുക. അത് നമുക്ക് 1 ആണ് നമ്മളെ ഇനീഷ്യൽ സ്റ്റേജ് തന്നിട്ടുള്ളത്. അതിന്റെ ഇടയിൽ ആരോ എന്തോ മെസ്സേജ് ഇട്ടല്ലോ, വോളിയം ഡിവൈഡ് ബൈ വെയിറ്റ് അല്ലേ. വോളിയം ഡിവൈഡ് ബൈ വെയിറ്റ് അല്ലേ സ്പെസിഫിക് വോളിയം. വോളിയം ഡിവൈഡ് ബൈ വെയിറ്റ് മാസൊക്കെ ഏകദേശം ഒന്നാണ്. ഞാൻ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ മൊത്തം ബൈഹാർട്ട് ഇരുന്ന് പഠിക്കേണ്ടി വരും. ഇതെങ്ങനെ കണ്ടുപിടിക്കല്, മാസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പ് പറഞ്ഞതാണ്. അപ്പോ പറഞ്ഞു വന്നത് എന്താ, നമ്മുടെ ഒന്നാമത്തെ പോയിന്റിലുള്ള എന്തെടുത്തോളുക, ഒന്നാമത്തെ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയം എടുത്തോളാം. ഒന്നാമത്തെ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ സ്പെസിഫിക് വോളിയത്തിന്റെ ലൈനിലേക്ക് പോകണം നമ്മൾ. സ്പെസിഫിക് വോളിയത്തിന്റെ ലൈൻ വരുന്നത് ഇങ്ങനെയാണ്, പർപ്പിൾ കളർ ലൈൻ, പാരലൽ ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്കറിയാൻ പറ്റും 0.88 ആണ് ഇപ്പുറമുള്ളത്. ഏറ്റവും തെറ്റത്തുള്ളത് 0.9 ആണ്. നമുക്ക് പറയായിരുന്നു 0.89 ആണെന്ന് വേണേൽ പറയായിരുന്നു. ഇത് അതിന്റെ ഇടയിൽ വേണ്ടത്. അപ്പൊ നമുക്ക് എത്ര എടുക്കാം? 0.89 എടുക്കാനായിട്ടൊരു തൽക്കാലം 0.89 എടുത്തോ. അപ്പൊ വോളിയം എനിക്ക് തന്നിട്ടുണ്ട് 300 ആണ്. ഡിവൈഡ് ബൈ 0. പോയിന്റ് കിട്ടാൻ അതിൻ്റെ 0.89 89 എടുത്തോ. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് എത്ര കിട്ടും? ഡിവൈഡ് ചെയ്തു. ഓക്കെ. അപ്പൊ എന്ത് ചെയ്താൽ മാസം കിട്ടി. മാസ് ഇവിടെ കൊടുത്തോളാം. മാസ് ഇൻറ്റു എന്താൽപ്പി ഡിഫറൻസ് കഴിയും. ഏത് കിട്ടി? 2 is equal to എത്രയാണ് ആൻസർ? അതങ്ങ് എഴുതിക്കോളാം. ആൻസർ എത്ര കിട്ടുന്നത് നമുക്ക് നോക്കിക്കോ. ഓൾമോസ്റ്റ് എത്ര കിട്ടും? 3000 എത്ര കിട്ടി? 3707. അത്രയും കിലോ ജൂൾ
സെക്കൻഡ് കിലോ ജൂൾ എടുത്താൽ മതി. കാരണം നമുക്ക് മാസ് വോളിയം ഫ്ലോ റേറ്റ് അല്ല തന്നിട്ടില്ല, അതുകൊണ്ട് സെക്കൻഡ് വേണ്ട, കിലോ ജൂൾ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഒന്നുകൂടെ എടുത്ത് നോക്കിയാൽ മതി. അങ്ങനെയാണ് നമ്മൾ ഈ പാത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇതൊക്കെ ബേസ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, 5 മാർക്കിന് വരുന്നതാണ്, 10നല്ല ചോദിക്കല്. ഇതൊക്കെ 10 ചോദിക്കുന്ന ആൾക്കാരെ വരണത്ര. അങ്ങനെ ഭാവിയിൽ അതിനെപ്പറ്റി പഠിക്കണത്ര. ആരും പഠിക്കേണ്ട, അടുത്തവർ ഞാൻ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ നിർത്താത്തത്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാത്തിന്റെ പ്രൊസീജിയർ സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ഗ്രാഫ് നോക്കുക, വരക്കാൻ പഠിക്കുക. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊക്കെ ഞാൻ എഴുതി പഠിപ്പിക്കുന്നതാണെങ്കിൽ കുറെ സമയം എടുക്കും, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ടൈപ്പ് ചെയ്ത് വെച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നോക്കാം. എയർ എൻറ്റേഴ്സ് എ ഡക്ട് അറ്റ്, ഡക്ട് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ വെറുതെ ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എയർ ഉണ്ട്, അതായത് എയർ എൻറ്റേഴ്സ് എ ഡക്ട് അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ്, 10 ഡിഗ്രി സെൽഷ്യസിന്റെ ഉള്ളിൽ അത് കയറി. 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. WBT ആണോ, അതായത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആണോ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണോ തന്നിട്ടില്ല. നമുക്കൊന്നും തരാത്ത സമയത്ത് നമ്മളത് മനസ്സിലാക്കിക്കോളൂ, അതെന്താണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അതായത് സാധാ തെർമോമീറ്റർ വെച്ചിട്ട് കിട്ടുന്ന ടെമ്പറേച്ചർ ആണ് തന്നിട്ടുള്ളത്. ഒന്നും തന്നിട്ടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ക്വസ്റ്റ്യനിൽ തെറ്റുണ്ട് എന്നല്ല, സാധാ നമ്മളുടെ ഇത് വെച്ചിട്ട് കിട്ടുന്ന ടെമ്പറേച്ചർ ആണ്, തെർമോമീറ്റർ വെച്ചിട്ട് കിട്ടുന്ന ടെമ്പറേച്ചർ. കോട്ടൺ തുണിയൊന്നും വെച്ചിട്ട് പൊതിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എയർ എൻറ്റേഴ്സ് എ ഡക്ട് അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 80% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, ഒരു പോയിന്റ് നമുക്ക് കിട്ടിയല്ലോ, കാരണം 2 സാധനങ്ങൾ തന്നിട്ടുണ്ട്, 2 ഐറ്റംസ് തന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അറ്റ് എ റേറ്റ് ഓഫ് 150 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. നേരത്തെ നമുക്ക് വോളിയം വെറുതെ മീറ്റർ ക്യൂബിലായിരുന്നു തന്നത്, ഇത്തവണ മീറ്റർ ക്യൂബ് പെർ മിനിറ്റിലേക്ക് തന്നിട്ടുണ്ട്. അത് ഡിവൈഡ് ബൈ ടൈം കൂടി തന്നിട്ടുണ്ട്, അതായത് വോളിയം ഫ്ലോ റേറ്റാ തന്നിട്ടുള്ളത് അർത്ഥം. ആൻഡ് ഈസ് ഹീറ്റഡ് വിത്തൗട്ട് ആഡിങ് ഓർ റിമൂവിങ് എനി മോയ്സ്ചർ. അതിനെ നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്. ചൂടാക്കുന്ന സമയത്ത് എന്ത് കൊടുത്തിട്ടില്ല, മോയ്സ്ചർ കണ്ടന്റ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. മോയ്സ്ചർ ആഡ് ചെയ്തിട്ടില്ല, സബ്സ്ട്രാക്ട് ചെയ്തിട്ടില്ല, അതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ അങ്ങനെ തന്നെ ഉണ്ട്. അതായത് ജസ്റ്റ് ചൂടാക്കൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്, വ്യത്യാസമൊന്നുമില്ല. ദ പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ് അറ്റ് 1 bar. അതായത് പ്രഷർ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ് തന്നിട്ടുള്ളത്. 1.03 എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. 1 bar തൽക്കാലം നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെന്ന് പറഞ്ഞിട്ട് എടുത്തോളാം. ഓക്കെ, അല്ല 1 atm ആണ് ഇത്. ഞാൻ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ സാധാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡിറ്റർമൈൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് എയർ അറ്റ് എക്സിറ്റ് ഫ്രം ഡക്ട് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളത് ഈ രണ്ടാമത്തെ പോയിന്റിലുള്ള എന്ത് കണ്ടുപിടിക്കാൻ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ മൊത്തം പ്രോസസ്സിന്റെ അകത്തുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്, എത്ര റേറ്റിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തിയത്. ഈ 2 സാധനങ്ങളാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തുമായിട്ട് യാതൊരു വ്യത്യാസം ഇല്ലാത്ത ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്, അതായത് ഫ്ലോ റേറ്റാ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ക്യൂ ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെ അകത്താ കിട്ടുക, കിലോ ജൂൾ പെർ മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡിലേക്ക് മാറ്റണം. കിലോ ജൂൾ പെർ സെക്കൻഡിലാണ് നമുക്ക് നല്ലത്. അതിന്റെ പേരാണ് കിലോ വാട്ട്. കിലോ ജൂൾ പെർ സെക്കൻഡിന്റെ മറ്റൊരു പേരാണ് കിലോ വാട്ട്.
അതിനെ നമ്മൾ ഇത് കിലോ വാട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടത്തേക്കും കൂടി മാറ്റണം, ടൺ ഓഫ് റെഫ്രിജറേഷനിലേക്ക് മാറ്റണം. എത്ര ടൺ ഉണ്ട് എന്ന് കൂടി കണ്ടുപിടിക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകളെ ആദ്യം നമ്മളെ ആൻസർ ഷീറ്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആൻസർ ഷീറ്റിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് സൈക്കോമെട്രിക് ചാർട്ട് എടുക്കുന്നു. സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ അകത്ത് നമ്മൾ അടിയിൽ പറയുന്നത് ഇതാണ് DBT. റൈറ്റ് സൈഡിൽ നമ്മൾ പറയുന്നത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അഥവാ ഒമേഗ. ഇവിടെ നമുക്കൊരു ലൈൻ ഉണ്ട്, ആ ലൈനാണ് എൻതാൽപ്പി. എൻതാൽപ്പിയിലെ ഇവിടെയുള്ള പോയിന്റാണ് WBT. എല്ലാ ഭാഗങ്ങളും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഒന്നാമത് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 10 ഡിഗ്രി സെൽഷ്യസ് DBT ആണ്. 10 ഡിഗ്രി സെൽഷ്യസിന്റെ പോയിന്റ് എടുക്കുക. ഏതാണ്ട് ഇവിടെ വരിക 10 ഡിഗ്രി സെൽഷ്യസ്. അത് കുത്തനെ മുകളിലോട്ടേക്ക് വരക്കുക, DBT. പിന്നെ പറയുന്നത് 80% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. 80% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇങ്ങനെ പോകുന്നുണ്ടാവും ഇതുവഴി. 80% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ മാർക്ക് ചെയ്തു. ഇതിന്റെ പേരാണ് 1. ഇങ്ങനെ ഉണ്ടായ സാധനത്തിന് നമ്മൾ ചൂടാക്കുകയാണ്. ചൂടാക്കിയിട്ട് 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുകയാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഏതാണ്ട് 30 ഡിഗ്രി സെൽഷ്യസ് എൻ്റെ കണ്ണിപ്പെടും. ആ 30 ഡിഗ്രി സെൽഷ്യസ് ഞാൻ കുത്തനെ മുകളിലോട്ടേക്ക് പൊന്തിക്കാം. ജസ്റ്റ് ചൂടാക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 1, 2 ഇങ്ങനെ വരയ്ക്കുക. ഹ്യൂമിഡിറ്റി ആഡും ചെയ്യരുത്, സബ്ട്രാക്റ്റും ചെയ്യരുത്. കാരണം ഇതിപ്പോ ഇങ്ങോട്ടേക്ക് എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ω1 = ω2. ഹ്യൂമിഡിറ്റി ആഡ് ചെയ്തിട്ടില്ല, സബ്ട്രാക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ 1 2 പ്രോസസ്സ് കിട്ടി. ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു 2 മാർക്സ് നിങ്ങൾക്ക് സുഖമായിട്ട്. ഈ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള 2 മാർക്കിന്റെ പരിപാടി കഴിയും. ഇനി ബാക്കി കിടക്കുന്ന നമ്മളെ 3 മാർക്കാണ്. അത് ജസ്റ്റ് നമ്മൾ എവിടത്തേക്ക് നോക്കിയിട്ട് എഴുതിയ കൊണ്ടു ഓരോ പോയിന്റ് എഴുതിയ കൊണ്ട്. അപ്പൊ ആ ബാക്കിയുള്ള 3 മാർക്കിലേക്ക് കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്താം. ഇതേ സാധനം ഞാൻ ഗ്രാഫിലേക്ക് മാറുകയാണ്. ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ഗ്രാഫ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ 10 ഡിഗ്രി സെൽഷ്യസ് DBT വെറ്റ് ബൾബ് ടെമ്പറേച്ചർ വരച്ചു. അങ്ങനെ പോകുന്നുണ്ട്. 80% ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 80% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിന്റെ ലൈന് വരുന്നത് ഇങ്ങനെയാണ്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇതന്നെ ലൈറ്റ്, ഇതന്നെ. അപ്പൊ എനിക്ക് ഒന്നാമത്തെ പോയിന്റ് കിട്ടി. ഇതിന്റെ ഉള്ളിലാണ് എൻ്റെ പോയിന്റ് നമ്പർ 1 കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് 1 എന്ന് പറഞ്ഞ പോയിന്റ് സ്ഥിതി ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് 30 ഡിഗ്രി സെൽഷ്യസ് ആക്കിയിട്ടാണ് ഞാൻ ചൂടാക്കിയത്. അപ്പൊ 30 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ വരുന്നത്. അത് ഞങ്ങൾക്ക് ഉത്തരം മുകളിലോട്ടേക്ക് വന്നു. 30 ഹോസ്റ്റലിൽ തന്നിട്ടുണ്ട്. ഈ ഹീറ്റഡ് ടു 30 ഡിഗ്രി സെൽഷ്യസ് കാണിച്ചരാ. ഇതിൽ തന്നിട്ടില്ല അല്ലേ, അത് എഴുതാൻ വിട്ടുപോയതാ. ഈസ് ഹീറ്റഡ് ടു 30 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. 30 ഡിഗ്രി സെൽഷ്യസ് വിത്തൗട്ട് ആഡിങ് ഓർ റിമൂവിങ് എനി മോയ്സ്ചർ. അങ്ങനെയാണ്. 30 ടൈപ്പ് ചെയ്ത സമയത്ത് എഴുതാൻ വിട്ടുപോയതാ. അപ്പൊ 30ലേക്ക് എത്തി. അപ്പൊ 1 2 പ്രോസസ്സ് എനിക്ക് മാർക്ക് ചെയ്യണം. ഹീറ്റ് ആഡ് ചെയ്തിട്ടില്ല, നമ്മളെ മോയ്സ്ചറിനെ ആഡ് ചെയ്തിട്ടില്ല, സബ്ട്രാക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വരുന്നത് ഇങ്ങനെ പോകും. അപ്പൊ എനിക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിന്റെ പേരാണെന്ന്, ഈ ഒരു പോയിന്റിന്റെ പേരാണ് പോയിന്ററോടെ ഈ ഒരു പോയിന്റിന്റെ പേരാണ് 2. അപ്പൊ 1 നിന്ന് 2 പ്രോസസ്സാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് എയർ കണ്ടുപിടിക്കാൻ. എക്സിറ്റിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാന്ന് ഒറ്റയടിക്കുന്ന എനിക്ക് പറയാം. ഇവിടെയുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതായത്
ഇങ്ങനെയാണ് പോകുന്നുണ്ടാവുക. താഴത്തുള്ളത് 20%, മുകളിലുള്ളത് 25%. ഇതിന്റെ ഇടയിലാണ് കിടക്കുന്നത്. അപ്പൊ എനിക്ക് എത്ര പറയാം? ഏതാണ്ട് ഒരു 23% വേണേൽ പറയാം. അതിന് ചില ആൾക്കാർക്ക് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ 22.5% എന്നൊക്കെ ആയിരിക്കും ചിലപ്പം അവരുടെ ഗ്രാഫിൽ തോന്നുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ 22.5 എന്ന് കൊടുക്കാം. ചില ആൾക്കാർ വരയ്ക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 24 ഉണ്ടാവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 24% എന്ന് കൊടുക്കാം. അത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്, നിങ്ങൾ വരയ്ക്കുന്ന പോലെ ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഗ്രാഫ് പോലെ. അപ്പം മാക്സിമം നമ്മൾ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് വരയ്ക്കുക. ഞാൻ ഇതിപ്പോൾ എൻ്റെ വലിയ പോയിന്ററാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലുപ്പം ഉണ്ടാവും ഈ പോയിന്റർ, അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് വാല്യൂ കിട്ടാത്തത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് എടുത്തു 23% ആണ് അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. നെക്സ്റ്റ് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് എന്ത്? ഡിറ്റർമൈൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് എയർ അറ്റ് എക്സിറ്റ് ഫ്രം ഡക്ട്. ആ ഡക്റ്റിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന അവസ്ഥ, ആ സമയത്തുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടുപിടിച്ചു. ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ നമുക്കറിയാം, നേരത്തെ കണ്ടുപിടിച്ചതാണ്. ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയുന്ന ഒരു അതാണ് M × H2 - H1 ആണെന്നറിയാം. ഈ സാധനത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. H2 - H1 ആണ്. H2 H1 എനിക്ക് ധൈര്യമായിട്ട് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട. നേരെ അവിടത്തേക്ക് പോയാൽ മതി. 1-ലുള്ളതിൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ടേക്ക് നീട്ടി വരക്കുക. അപ്പൊ എനിക്ക് കിട്ടി 25. 2-ലുള്ളതിൻ്റെ അകത്തുനിന്ന് 2-ന്റെ അകത്തുനിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരക്കുന്നു. എൻതാൽപ്പി സ്കെയിലിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി 46 ഏകദേശം. അപ്പൊ 46-ഉം 25-ഉം ആണെന്ന് ഏകദേശം കിട്ടി. പോയിന്റ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് H2-ഉം H1-ഉം എനിക്ക് ഓക്കെ. അതിലാർക്കും ഒരു പരാതി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ Q = മാസ് ഇൻറ്റു H2 എത്രയാണ്? 46 മൈനസ് H1 25. ആകെ കിടക്കുന്ന ഒരു നൂലാമാല ഇവിടെയാണ്. മാസ് അല്ലെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് ആവും. കാരണം നമുക്ക് വോളിയം ഫ്ലോ റേറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പം മാസിന്റെ മുകളിൽ ഒരു കുത്തിട്ട് കൊടുക്കാം. മാസ് ഫ്ലോ റേറ്റ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. മാസ് ഫ്ലോ റേറ്റ് ആസ് യൂഷ്വൽ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ എന്താണ്? വോളിയം ഫ്ലോ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, അത് വീന്റെ മുകളിൽ ഒരു കുത്ത് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വോളിയം എടുത്താൽ = വോളിയം എനിക്ക് എത്ര തന്നിട്ടുള്ളത്? 150 m³/മിനിറ്റിലാണ്. അപ്പൊ അത് 150 m³/മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ ആരെ കണ്ടുപിടിക്കേണ്ടി വരും? ആര് വരണം എൻ്റെ കൂടെ? സെക്കൻഡിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 60 കൊടുത്താൽ മതി. സെക്കൻഡിലേക്ക് മാറി, m³/സെക്കൻഡിലേക്കായി. ഡിവൈഡഡ് ബൈ VS. എന്ന് വെച്ചാൽ ഏത് പോയിന്റിലുള്ളത്? ഒന്നാമത്തെ പോയിന്റ്, നമ്മളെ സ്റ്റാർട്ടിങ് കണ്ടീഷനിലുള്ള VS ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്പെസിഫിക് വോളിയം സ്റ്റാർട്ടിങ് പോയിന്റിലുള്ള, അതായത് സ്പെസിഫിക് വോളിയത്തിന്റെ ലൈന് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ചെരിവാണ് സ്പെസിഫിക് വോളിയത്തിന്റെ ലൈന് വരുന്നത്. അപ്പൊ നമ്മളെ ഒന്നാമത്തെ പോയിന്റ് കിടക്കുന്നത് ഇതിന്റെ ഇടയിലാണ്, ഏതാണ്ട് കറക്റ്റ് നടുവ് തന്നെയാന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടി 0.8, റൈറ്റ് സൈഡ് കിട്ടി 0.82. അങ്ങനെ നടുവിൽ എത്ര ആയിരിക്കും? 0.81. 0.81. ഇത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? മാസ് ഫ്ലോ റേറ്റ് കിട്ടും. അത്രയാ കിട്ടുന്നത്? 3.086 kg/s. അത് കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. Q = 3.086 × 46 - 25. 46 - 25 എന്ന് പറയുമ്പോൾ 21. കണക്കൂട്ടിട്ട് എത്ര കിട്ടുന്നു? 64.81. ഇതാണ് kJ/s
അഥവാ ഇതിന്റെ വേറൊരു പേരാണ് കിലോ വാട്ട്. ഇനി ഇതിനെ ടണ്ണിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 64.8 ഡിവൈഡ് ബൈ 3.5 വെച്ചിട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടൺ ഓഫ് റെഫ്രിജറേഷൻ കിട്ടും, ER. അപ്പൊ ഇതും സിമ്പിൾ ആണ്, ചെയ്ത് നോക്കുക. ഇങ്ങനെ 2-3 പ്രോബ്ലം കൂടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സാധനമായിട്ട് ഒന്ന് സെറ്റ് ആവും. ഇവിടെയുള്ള സെറ്റപ്പുകളൊക്കെ ഒന്ന് ഏതാണ്ട് മനസ്സിലായി തുടങ്ങിക്കോളും. ഞാൻ അടുത്തൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഒരു പുതിയൊരു ടോപ്പിക് ഒന്നല്ല. നമ്മൾ ഇത്രയും സമയം ഇല്യൂഷൻ വെച്ചിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇല്യൂഷൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഹീറ്റിംഗ് എന്ന് പറയുക മാത്രമേ ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ. ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വേണം? ഒരു ഹീറ്റിംഗ് കോയിൽ വേണ്ടി വരില്ലേ? അതേപോലെ തന്നെ തണുപ്പിക്കാൻ ഈ കൂളിംഗ് എന്ന് പറയുന്നത്, കൂളിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൂളിംഗ് കോയിൽ വേണ്ടി വരും. അതിന്റെ ഡീറ്റെയിലിങ്ങിനെ പറ്റിയിട്ടാണ് അടുത്ത നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത്. അതും കൂടി വരുന്ന സമയത്ത് ഒരു വൃത്തിയുടെ സാധനം കൂടി വരും, ബൈപ്പാസ് ഫാക്ടർ. അപ്പൊ അതിന്റെ ലോജിക്കിലേക്ക് നമുക്ക് പോകും. നെക്സ്റ്റ് കാര്യം, ഇപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈസ് ഹീറ്റഡ്. 1 എന്ന് പറഞ്ഞ പോയിന്റിനെ ഒരു ഹീറ്റർ വെച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ടാണ് 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഈ ചിത്രത്തിന്റെ അകത്ത് 1 എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഇവിടെ നമ്മളെ ഫ്രണ്ട്സ് സിനിമേന്റെ അകത്ത് ഒരു ഹീറ്റർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഷോക്ക് അടിക്കുന്ന ലാസ്റ്റ് അവന്. അതേപോലത്തെ ഒരു ഹീറ്റർ ഇതിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ 1 എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഹീറ്റർ വഴി പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാലാണ് എന്താവുക? 2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമുക്ക് കിട്ടുക. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇത്രയും സമയം നമ്മൾ ജസ്റ്റ് ഹീറ്റിംഗ് കൂളിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. അത് ഇതിന്റെ അർത്ഥം ഇങ്ങനെ എത്തണമെങ്കിൽ നമ്മൾ ആര് വേണം? അവിടെ ഒരു ഹീറ്റർ ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ വൃത്തിയിൽ വരച്ചാൽ അതൊരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എയർ, 1 എന്ന് പറഞ്ഞ സ്റ്റേജിലുള്ള എയർ. ഈ എയറിനെ നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡക്റ്റിന്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ടേന്ന്. ഈ ഡക്റ്റിന്റെ ഉള്ളിൽ ആരുണ്ടാവും? ഒരു ഹീറ്റിംഗ് കോയിൽ ഉണ്ടാവും. ഓക്കെ, ഒരു ഹീറ്റർ കോയിൽ. അങ്ങനെയാണ് അത് എവിടത്തേക്ക് എത്തുന്നത്? 2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുന്നത്. ഇതിന്റെ ഉള്ളിൽ എന്തിന്റെ ഉള്ളിലാണുള്ളത്? ഒരു ഡക്റ്റ്, ചെറിയൊരു ഡക്റ്റ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ശരിക്കും യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യം എന്താന്ന് നോക്കാം. 1 എന്ന് പറഞ്ഞ സ്റ്റേജ്, 1 എന്ന് പറഞ്ഞ സ്റ്റേജിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു? 10 ഡിഗ്രി സെൽഷ്യസും 80% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിരുന്നു. അങ്ങനെയുള്ള കുറച്ച് എയറുകൾ ഈ ഡക്റ്റിന്റെ ഉള്ളിലേക്ക് വന്നു. ഇതിന്റെ ഉള്ളിൽ വന്ന് നോക്കുമ്പോഴാണ് ഇതിന്റെ ഉള്ളിൽ ആരുണ്ടായെന്ന് മനസ്സിലായത്? ഒരു ഹീറ്റർ കോയിൽ ഉണ്ട് എന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് എന്തായത്? 2 എന്ന് പറഞ്ഞ സ്റ്റേജ്, അതായത് പുറത്തേക്ക് എത്തുമ്പോഴത്തേക്ക് അത് എത്രയായത്? 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറിയത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ടെമ്പറേച്ചറിനെ മാത്രം വെച്ചിട്ടൊന്ന് പറയാം. 10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു സാധനം ഹീറ്റർ കോയിൽ വഴി കറങ്ങി തിരിച്ചിട്ടാണ് 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയത്. അങ്ങനെ എത്തണമെങ്കിൽ ഈ ഹീറ്റർ കോയിലിന് 30 ഡിഗ്രി സെൽഷ്യസ് ചൂട് മതിയോ? എന്താണ് എൻ്റെ ചോദ്യം. ഈ ഹീറ്റർ കോയിൽ 30 ഡിഗ്രി സെൽഷ്യസിലാണുള്ളതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിലാണോ എനിക്ക് ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസ് പുറത്തേക്ക് കിട്ടുക? കുറച്ചുകൂടെ കൂടുതൽ വേണ്ടിയില്ല. ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് 30 ഡിഗ്രി സെൽഷ്യസ് പുറത്തേക്ക് കിട്ടും അല്ലെ? കാരണം എന്താ മെയിൻ ആയിട്ടുള്ള അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് 10 ഡിഗ്രി സെൽഷ്യസ് എയറുകൾ വരുന്ന സമയത്ത് എല്ലാ എയറും ഇതിന്റെ ഉള്ളിൽ കൂടെ ശരിക്കും ടച്ച് ചെയ്തിട്ട് പോകണമെന്നില്ല അപ്പുറത്തേക്ക്. കുറെ ആൾക്കാരൊക്കെ എന്തുണ്ടാവും? നൈസായിട്ട് ഇപ്പുറത്തോടെ മുങ്ങിയിട്ടൊക്കെ പോകുന്നുണ്ടാവും. എന്നിട്ട് അവർ തമ്മിൽ മിക്സ് ആയിട്ടൊക്കെയാണ് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടുന്നത്? 30 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അതായത് ഒരു മെക്കാനിക്കൽ ഡിവൈസും എന്തല്ല 100% എഫിഷ്യന്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഹീറ്റിംഗ് കോയിൽ ചിലപ്പോൾ ഒരു ഐഡിയൽ കേസ് പറഞ്ഞാൽ 33 ഡിഗ്രി സെൽഷ്യസ് ചിലപ്പോൾ ഉണ്ടാവും. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 30 ഡിഗ്രി സെൽഷ്യസിന്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇനി ഇതിന്റെ കേസ് മാത്രമല്ല, കൂളിംഗ് കോയിലാന്ന് വിചാരിച്ചോ. ഈ സെയിം സാധനം ഡക്റ്റ് ഞാൻ വെറുതെ വരക്കുന്നേ ഉള്ളൂ. ആ എസ്കേപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഡക്റ്റ് വരച്ചതേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിൽ ആരുണ്ട്? ഒരു കൂളിംഗ് കോയിൽ ഉണ്ട്. കൂളിംഗ് കുറച്ച് തണുപ്പുള്ള സാധനമായിട്ട് പച്ച കളർ ഉണ്ട്. അപ്പൊ കൂളിംഗ് കോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ ചൂടുള്ള സാധനം തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 30 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു എയർ ഈ ഡക്റ്റിൽ കൂടെ കയറി വരിക.
എന്നിട്ട് പുറത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ തണുത്തിട്ടുള്ള എയറിനെ പുറത്തേക്ക് കിട്ടി. തണുത്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള കണ്ടീഷൻ തന്നെ എടുക്കാം. 10 ഡിഗ്രി സെൽഷ്യസിലാണ് എനിക്ക് പുറത്തേക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കണം? 10 ഡിഗ്രി സെൽഷ്യസ് മതിയോ? അതിനെക്കാട്ടിയും എന്തായിരിക്കണം? ചെറിയ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ഒരു 8 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടുള്ളൂ? കുറച്ച് ആൾക്കാരെ ഈ 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് എനിക്കെങ്കിലും അങ്ങനെയെങ്കിലേ എനിക്ക് 10 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും എന്നെ കൊണ്ട് ഒപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ? 30 ഡിഗ്രി സെൽഷ്യസിലുള്ള സാധനം 8 ഡിഗ്രി സെൽഷ്യസിലുള്ള കൂളിംഗ് കോയിലിൽ കൂടെ പോയാലായിരിക്കും ചിലപ്പോൾ എനിക്ക് 10 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും എത്തിക്കാൻ പറ്റും. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുവപ്പ് കളർ എയർ ചിലപ്പം കുറച്ച് ആൾക്കാർ ബൈപ്പാസ് ആയിട്ട് പോകും. ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാണ്ട് ഒരു പോക്ക് പോയി കളയും. ഓക്കെ, നമ്മള് ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് മുങ്ങല്ലേ ഇടയ്ക്ക്, അതേപോലെ ഒരു പോക്കങ്ങ് പോകും. എന്നിട്ടാണ് അത് ഇപ്പുറത്തേക്ക് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരാണ് ബൈപ്പാസ് ചെയ്തിട്ട് പോയി കളയും. ബൈപ്പാസ് ഫാക്ടർ എന്നാണ് അപ്പൊ അതിന്റെ പേര് പറയും. എല്ലാ കൂളിംഗ് കോയിലിനും അല്ലെ എല്ലാ ഹീറ്റിംഗ് കോയിലിനും ഈ എന്ത് സാധനം ഉണ്ട്? ബൈപ്പാസ് ഫാക്ടർ ഉണ്ട്. അതായത് 100% എഫിഷ്യന്റ് ആയിരിക്കില്ല. കുറച്ച് എയർ ആരെന്തായിട്ട് പോകും? ബൈപ്പാസ് ചെയ്തിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് ബൈപ്പാസ് ഫാക്ടർ എപ്പോഴും പെർസെൻറ്റേജിലൊക്കെ പറയാം. ഒരു 10% എന്നൊക്കെ പറയും. 10% അല്ലെങ്കിൽ 0.1 എന്ന് നമുക്ക് പറയാം. ഏതെങ്കിലും ഒന്ന് പറയാം. ഒന്നുകിൽ 0.1 എന്ന് പറയാം, 10% എന്ന് പറയാം, അല്ലെങ്കിൽ 20% എന്ന് പറയാം, അതല്ലെങ്കിൽ 0.2 ആണെന്ന് പറയാം. അങ്ങനെ എന്തും പറയാം. ക്വസ്റ്റ്യനിൽ തരും ബൈപ്പാസ് ഫാക്ടർ എന്താന്ന്. അതും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. എല്ലാവർക്കും മെന്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ലോജിക്ക് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ലോജിക്ക് നോക്കാം. ബൈപ്പാസ് ഫാക്ടർ ഇക്വേഷൻ എങ്ങനെയാ വരിക? ഇവിടെ എനിക്കുള്ളത് ഇൻപുട്ട് 10 ഡിഗ്രി സെൽഷ്യസ് ഫസ്റ്റ് കേസിലെ. ഔട്ട്പുട്ട് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന്റെ ഇടയിലുള്ള സാധനമാണ് നമ്മളെ കൂളിംഗ് കോയിലിന്റെ അതിൻ്റെ ഉള്ള ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിന്റെ പേരാണ് ADP, അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്നാണ് പറയും. കൂളിംഗ് കോയിലിന് ഉണ്ടാകുന്ന യഥാർത്ഥ ടെമ്പറേച്ചറിനെ നമ്മൾ അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ അല്ലെ ADP എന്ന് പറഞ്ഞിട്ട് പഠിച്ചാൽ മതി. ഉദ്ദേശിക്കുന്നത് അതാണ്, അപ്പാരറ്റസിന്റെ ടെമ്പറേച്ചർ അല്ലെ സർഫസ് ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് തരും. ഒന്നുകിൽ ഈ കൂളിംഗ് കോയിലിന്റെ സർഫസ് ടെമ്പറേച്ചർ, അതായത് കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചറാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അപ്പാരറ്റസിന്റെ ടെമ്പറേച്ചർ, നമ്മൾ ഈ ചൂടാക്കാനോ തണുപ്പിക്കാനോ ഉപയോഗിച്ച ഇതിന്റെ ടെമ്പറേച്ചർ. ഇങ്ങനെയുള്ള 3 ടെമ്പറേച്ചർ നമുക്ക് കിട്ടി. ഇത് T1, ലെഫ്റ്റ് സൈഡിൽ T1 അതാണ് ഇൻപുട്ട്, റൈറ്റ് സൈഡിൽ T2 അതാണ് ഔട്ട്പുട്ട്. ഇതിന്റെ ഇടയിലുള്ളതാണ് TADP എന്ന് പറയും, ടെമ്പറേച്ചർ അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. അപ്പൊ ഈ ഒരു കേസിലുള്ള ബൈപ്പാസ് ഫാക്ടർ എന്താ? ബൈപ്പാസ് ഫാക്ടർ നമുക്ക് 0.something കിട്ടേണ്ടത്. അതായത് വലുത് ഡിവൈഡ് ബൈ ചെറുത് ചെയ്താൽ നമുക്ക് ഒരിക്കലും 1നെ കാട്ടിയും ചെറിയ വാല്യൂ കിട്ടൂല. ചെറുത് ഡിവൈഡ് ബൈ വലുത് ചെയ്യേണ്ടി വരും. നമ്മളെപ്പോഴും ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടിനാണ് നമ്മൾ എഫിഷ്യൻസി എന്നൊക്കെ പറയല് അല്ലെ. കേസ് പറയുന്നതാണ് T1 എത്രയാണ്? 10 ഡിഗ്രി സെൽഷ്യസ്. ഇത് വന്ന് നമ്മളെ ഹീറ്റിംഗ് കോയിൽ വഴി കടന്ന് പുറത്തേക്ക് എത്തുമ്പോൾ T2 അതിൻ്റെ എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളെ ഡക്റ്റ് ഉണ്ടായത്. ഇതിന്റെ പേരാണ് TADP. അത് എത്രയാണെന്ന് എനിക്കറിയാം, തൽക്കാലം അവിടെ കിട്ടും. എത്രയാണെന്ന് അറിയാത്ത രീതിയിൽ അവിടെ കിടന്നിട്ട് 33 എന്നാണ് ഞാനിപ്പോ നേരത്തെ എടുത്തിട്ടുണ്ടായത്. അവിടെ കിടന്നോട്ടെ. അപ്പൊ ഇതിങ്ങനെ വരുന്നു, ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇത് അങ്ങനെയാണെങ്കിൽ ബൈ പാസ് ഫാക്ടർ ഈക്വൽ ടു ഔട്ട്പുട്ട് എത്രയാണ്? ഹീറ്റിംഗ് കോയിൽ ആണെങ്കിൽ ഔട്ട്പുട്ട് എത്രയാണ്? TADP അതല്ലേ വലുത്, മൈനസ് T2 ഡിവൈഡ് ബൈ ഇൻപുട്ട് എത്രയാണ്? TADP മൈനസ്
T1 അഥവാ 33, അതാണല്ലോ TADP പറഞ്ഞിട്ടുള്ളത്, മൈനസ് T2 30. എന്നാലേ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പൊ ഔട്ട്പുട്ട് വരുന്നത് ഇതാണ്, ഔട്ട്പുട്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡ് ബൈ ഇൻപുട്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. എത്രയാന്ന് TADP, കാരണം 33 വലുത്, മൈനസ് 10. എന്നാലേ നമുക്ക് അതും പോസിറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 3 ഡിവൈഡ് ബൈ 23. വാല്യൂ നോക്കിയേ, പോയിന്റ് സംതിങ് അല്ലേ കിട്ടുക. 3 ഡിവൈഡ് ബൈ 23 എന്നൊക്കെ പറയുമ്പോൾ 0.13 കിടന്നോട്ടെ. ബൈപാസ് ഫാക്ടർ 0.013 ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ കേസ് എടുത്തു, കൂളിങ്ങിന്റെ കേസിൽ. കൂളിങ്ങിന്റെ കേസിൽ നമ്മളിപ്പം ഈക്വേഷൻ ഓർത്ത് വെക്കണേ. TADP മൈനസ് T2 വലിയ ബൈഹാർട്ട് പഠിക്കേണ്ട ഇക്വേഷൻ അല്ല ഇത്. അതിനു വേണ്ടിയിട്ട് അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി നിൽക്കുന്നത്. കൂളിങ്ങിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് ലോജിക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇക്വേഷൻ ഒന്നും ബൈഹാർട്ട് പഠിക്കാണ്ട് ചെയ്യാം. കൂളിങ്ങിന്റെ കേസാണ്. T1 കൂളിംഗ് 30°C ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ആരുണ്ടായിരുന്നു? ഒരു കൂളിംഗ് കോയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് T2 കിട്ടി പുറത്തേക്ക്. അതിന്റെ എത്രയാണ്? 10°C. സ്വാഭാവികമായിട്ടും കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എത്രയായിരിക്കണം? ഒരു 8°C ഒക്കെ ആയിരിക്കണം. അതൊന്ന് TADP അല്ലെ. 8°C എങ്കിലും കൂളിംഗ് കോയിൽ തണുത്താണെങ്കിൽ നമുക്ക് പുറത്തേക്ക് 10° എങ്കിലും പുറത്തേക്കായിട്ട് കിട്ടും. ഇതാണ് ഈ കൂളിംഗ് കോയിലിന്റെ ലോജിക്ക്. ഇതിന്റെ ബൈപ്പാസ് ഫാക്ടർ എടുത്തേക്കും. ബൈപ്പാസ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് വരുന്നത് എവിടെയാണ്? T2ലാണ്. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് അതെടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പക്ഷെങ്കിൽ T2 മൈനസ് TADP എടുക്കുന്നത്. കാരണം എന്താ? T2 ആണ് വലുത്, 10 മൈനസ് 8 ഡിവൈഡഡ് ബൈ ലെഫ്റ്റ് സൈഡ് ഇൻപുട്ട് എത്രയാണ്? ഇൻപുട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അത് വരുന്നത് T1 മൈനസ് TADP which is equal to T2 എത്രയാണ്? 10 മൈനസ് ADP 8 ഡിവൈഡഡ് ബൈ T1 എന്ന് പറയുന്നത് 30 മൈനസ് TADP 8. എത്ര കിട്ടും? 10 മൈനസ് 8 എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ 30 മൈനസ് 8 എന്ന് പറയുന്നത് 22. ഉത്തരം എത്ര കിട്ടും? 0.1090. ബൈപ്പാസ് ഫാക്ടർ എന്താ കിട്ടിയ? 1നെക്കാട്ടിൽ ചെറിയ. ഓ 0.90. ആ ഇതിലേക്ക് ഒന്നില്ലേ? ആ 0.090. എന്തായാലും പോയിന്റ് വാല്യൂ കിട്ടുന്നത് അല്ലേ? അതായത് 1നെക്കാട്ടും ചെറിയ വാല്യൂ കിട്ടുക എപ്പോഴും ബൈപ്പാസ് ഫാക്ടർ. ഇനി കൂളിംഗ് കോയിലിന്റെയും ഇതിന്റെയും നോക്കിക്കോളെ, വ്യത്യാസം വരുന്നത്. സൂം ഔട്ട് ചെയ്യാനുള്ള വല്ല വകുപ്പുണ്ട് ഇതിനകത്ത്? സൂം ഔട്ട് ചെയ്യാനുള്ള ഒരു വകുപ്പില്ല. തൽക്കാലം മുകളിൽ നോക്കൂ. ബൈപ്പാസ് ഫാക്ടർ ഹീറ്റിംഗ് കോയിലിന്റെ കേസിൽ ഞാൻ പറയുന്ന സമയത്ത് TADP ആയിരുന്നു ആദ്യം വന്നത്. കാണാലോ. ബൈപ്പാസ് ഫാക്ടർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. ഹീറ്റിംഗ് കോയിലിന്റെ കേസിൽ TADP മൈനസ് T2 അങ്ങനെയായിരുന്നു വന്നത്. അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലേ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടാവല്ലോ. 2 കേസും ഒരുമിച്ച് എടുത്തിട്ടിട്ടുണ്ട്. വെരി വെരി താങ്ക്സ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം പെട്ടുപോയനെ, അത് അപ്പുറം ഇപ്പുറം തിരിച്ചു കളിച്ചിട്ട്. 2 കേസ് കൂടി ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം. സിമ്പിൾ ലോജിക്കാണ്, വളരെ വളരെ അധികം സിമ്പിളാണ്. ഒന്നാമത്തെ കേസ് ഹീറ്റിംഗ് ആണ്. ഇത് ഹീറ്റിംഗ്, ഇത് കൂളിംഗ്. ഹീറ്റിംഗിന്റെ കേസിൽ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്ന സാധനം TADP മൈനസ് T2, അതായത് ഔട്ട്പുട്ട് റൈറ്റ് സൈഡിലുള്ള സാധനം TADP മൈനസ് T2 ഡിവൈഡ് ബൈ TADP മൈനസ് T1. അതേസമയം ബൈപ്പാസ് ഫാക്ടർ നമ്മൾ താഴത്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് എന്താണ്? കൂളിംഗ് കോയിലിന്റെ കേസിൽ
T2 മൈനസ് TADP എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബുക്കൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഇക്വേഷൻ ബൈഹാർട്ട് പഠിച്ചിട്ടല്ല ഒരിക്കലും പോകേണ്ടത്. ഹീറ്റിംഗ് ആണോ കൂളിംഗ് ആണോ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ, എന്നിട്ട് വേണം ആൻസർ ചെയ്താൽ. അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നെഗറ്റീവ് വരുന്നേ ഉള്ളൂ മുകളിലും താഴത്തും, പ്രശ്നങ്ങളൊന്നുമില്ല പറയാം. പക്ഷെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടി ചെയ്യും. ഇനി ഇതേ ഉത്തരം തന്നെ നമ്മൾ ഇതിനും എടുക്കുന്നെങ്കിൽ നെഗറ്റീവ് വരുന്നേ ഉള്ളൂ അല്ലേ. ഈ സെയിം ഉത്തരം നമ്മൾ കൂളിങ്ങിന്റെ കേസിൽ എടുത്തു നോക്കി. TADP എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 അപ്പാർട്ടസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ മൈനസ് 10. T2 എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ 8 മൈനസ് 30 ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? -2 ഡിവൈഡഡ് ബൈ -22. മൈനസും മൈനസും ക്യാൻസൽ ആയിക്കോളും, ആൻസർ കിട്ടും. അപ്പം ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സാധനം എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ്. ഈ മൈനസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. ടെക്സ്റ്റിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ 2 ഇക്വേഷനിലായിരിക്കും ഉണ്ടാകുക. 2 ഇക്വേഷൻ കണ്ട പേടിക്കൊന്നും വേണ്ട, മുമ്പ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്നൊരു 5 ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായത്. തൽക്കാലം നമുക്ക് 5 ക്വസ്റ്റ്യൻ എത്തൂല, ഈ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ് മാത്രമേ എത്തുള്ളൂ. 3 ക്വസ്റ്റ്യൻ നമ്മളെ കയ്യിൽ. ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അറ്റ്മോസ്ഫറിക് എയർ, അതായത് സാധാരണ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറും പ്രഷറും തന്നെ ആയിരിക്കും, പക്ഷേ അറ്റ്മോസ്ഫറിക് പ്രഷറിലായിരിക്കും അപ്പം തന്നിട്ടുണ്ടാവും. അറ്റ്മോസ്ഫറിക് എയർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. 30 ഡിഗ്രി സെൽഷ്യസ് DBTയും 30 ഡിഗ്രി സെൽഷ്യസ് DBT എന്ന് തന്നിട്ടുണ്ട്. 75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. 2 പോയിന്റ് ഉണ്ട്, 2 പ്രോപ്പർട്ടീസ് തന്നുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. എൻഡേഴ്സ് എ കൂളിംഗ് കോയിൽ, ഇനി ഒരു കൂളിംഗ് കോയിലിൻ്റെ ഉള്ളിലേക്ക് അത് പോകുന്നത് അറ്റ് എ റേറ്റ് ഓഫ് 200 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. വോളിയം ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്, നേരത്തെ തന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേങ്കിൽ നെക്സ്റ്റ് പറയുന്ന ഒരു ചെറിയ സാധനമുണ്ട്. ദ കൂളിംഗ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഈസ് 14 ഡിഗ്രി സെൽഷ്യസ്. കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ തന്നിട്ടുള്ളത് നമുക്ക്, അല്ലാണ്ട് കൂളിംഗ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് കിട്ടിയ സാധനത്തിന്റെ ടെമ്പറേച്ചർ അല്ല തന്നിട്ടുള്ളത്. ദ കൂളിംഗ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ, അതായത് കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചറാണ് തന്നിട്ടുള്ളത് 14 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ബൈപാസ് ഫാക്ടർ 0.1 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അത് കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തിനായിരിക്കും ഈ സാധനം തന്നിട്ടുള്ളത്. ബൈപാസ് ഫാക്ടറും ഈ കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചറും തന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നെക്സ്റ്റ് സ്റ്റേജ് എത്രയാണെന്ന് നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഡിറ്റർമൈൻ ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിംഗ് ദ കോയിൽ ആൻഡ് കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിൽ. കൂളിംഗ് കോയിലിന്റെ കപ്പാസിറ്റി, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ Q കണ്ടുപിടിക്കാൻ തന്നെ ചോദിച്ചിട്ടുള്ളത്. Qവും പിന്നെ 2 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ ടെമ്പറേച്ചർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 2 എന്ന് പറഞ്ഞ പോയിന്റിൽ എത്രയായിരിക്കും ടെമ്പറേച്ചർ എന്ന് കണ്ടുപിടിക്കണം, കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിൽ കണ്ടുപിടിക്കണം. വേണേൽ നമുക്ക് ഇപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റും, പെട്ടെന്ന് തീരുന്ന പരിപാടിയാണ്. ഈ ഒരു ലോജിക്ക് നമ്മളെ മൈൻഡിലുണ്ടല്ലോ. അത് ഡക്റ്റാണെന്ന് വിചാരിക്കും. പുറത്തുനിന്നുള്ള എയറിന്റെ കഥകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കഥ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഡിഗ്രി സെൽഷ്യസ് DBT ആണ്, അതായത് T1. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആരെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്? കൂളിംഗ് കോയിലിനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ എനിക്ക് തന്നിട്ടുണ്ട്, TADP തന്നിട്ടുണ്ട് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെയാണ് നമുക്ക് 2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുന്നത്, T2 എത്തുന്നത്. പക്ഷെ T2വിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു ധാരണയില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുക്ക പറഞ്ഞിട്ടുള്ളത് T2വിന്റെ വാല്യൂ കണ്ടുപിടിക്കാനും കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുമാണ്. T2 എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം.
സ്വാഭാവികമായിട്ട് നമ്മളുടെ ഗ്രാഫ് വരയ്ക്കുക. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എവിടെയാണെന്ന് പറയാം, ഇവിടെ ഒമേഗ ആണെന്ന് പറയാം. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എവിടെ ഉണ്ടെന്ന് പറയാം, മുകളിൽ എൻതാൽപ്പി ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് തന്നിരിക്കുന്നത് 30°C ആണ്. ഇപ്പൊ 30°C ഇവിടെയാണ്. 30°C അതിന്റെ ലൈൻ എടുത്തു. പിന്നെ പറഞ്ഞിട്ടുള്ള 75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, 75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള സാധനം ഇവിടെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ എനിക്ക് എന്ത് കിട്ടി? ഇതാണ് എൻ്റെ 1 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്. 2 എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തണം. പക്ഷെ എനിക്ക് അറിയില്ല 2 എന്ന് പറഞ്ഞ പോയിന്റിലെ ടെമ്പറേച്ചർ ഒന്നും എനിക്ക് തന്നിട്ടില്ല. പകരം അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറാണ് തന്നിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ പെടാൻ പോകുന്നത്. അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ 14°C ആണ് തന്നിട്ടുണ്ട്. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എവിടെയുള്ള ഈ ഗ്രാഫിന്റെ അകത്ത്? WBT, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെയാണ് ആരുള്ളത്? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കിടക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെ എവിടെ എന്തുണ്ടാവും? ഇവിടെ ഏതോ ഒരു ഭാഗത്ത് 14°C നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഏതായിരിക്കും പ്രോസസ്സ്? 1 നേരെ ഇങ്ങോട്ടേക്ക് എടുത്തോളാം. 2 അല്ലേ ഇത്? ഇതാരാന്ന്? TADP ആണ്. 14°C. 2 എന്ന് പറഞ്ഞ പോയിന്റ് ശരിക്കും കിടക്കുന്നത് വേറെ എവിടെയോ ആണ്. ഈ ലൈനിൽ എവിടെയോ ഉള്ളത്, അത് നമുക്കറിയില്ല. മാത്രമല്ല നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, TADP-നെക്കാട്ടിയും കുറച്ചുകൂടെ കൂടുതലായിരിക്കും 2 എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ടെമ്പറേച്ചർ. അതിന്റെ ഈ ഭാഗത്തേക്ക് എവിടെയോ ആണ്. ഒന്നിക്കൽ ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെ ആവാം. ഏതോ ഭാഗത്താണ് 2 കിടക്കുന്നത്. 2 കണ്ടുപിടിച്ചരാ. ഇവിടത്തേക്ക് പോയി വേണ്ട, 2 കണ്ടുപിടിക്കണ്ട, സമയമായി. ജസ്റ്റ് ആ ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ 2 ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രൊസീഡിങ്സ് നോക്കാം ബാക്കിയുള്ള.